ഇ ഡി നോട്ടീസ് പരിഹാസമാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് ഫണ്ട് ചിലവഴിച്ചത്. അത് ചിലവഴിച്ചു എന്ന് പറയുക തന്നെ ചെയ്യും. ഭൂമി ഏറ്റെടുക്കുന്നത് നിശ്ചിത ആവശ്യത്തിന് വേണ്ടിയാണ്. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കേണ്ടി വരും. കേരളത്തിൽ വിവിധ വൻകിട പദ്ധതികൾക്കായി സംസ്ഥാനത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 20,000 കോടി രൂപ ചിലവിട്ടിട്ടുണ്ട്. ഇതൊക്കെ തടയിടാൻ ഉദ്ദേശമെങ്കിൽ അതൊക്കെ നടക്കാൻ പോകുന്നില്ല. ഇതാണ് അത്തരക്കാരോട് പറയാനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഈ 10 വർഷ കാലയളവിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചത് എത്രയാ? 1.5 ലക്ഷം കോടിയോളം രൂപ. ഇപ്പോ കിഫ്ബിക്ക് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം നിങ്ങൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി പണം ചെലവഴിച്ചു എന്നാണ്. ഇത്രമാത്രം പരിഹാസ്യമായ ഒരു നിലപാട് യഥാർത്ഥത്തിൽ വരാനില്ല. ഞങ്ങൾക്കതിൽ ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ പണം ചെലവഴിച്ചിട്ടുണ്ട്, കിഫ്ബിയിലൂടെ തന്നെ ചെലവഴിച്ചിട്ടുണ്ട്. അത് പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി തന്നെയാണ്. ഇതില് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. കിഫ്ബി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ റിസർവ് ബാങ്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ കിഫ്ബിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അണുകിട അതിൽ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇപ്പോ തെരഞ്ഞെടുപ്പ് ഇത് മാത്രമല്ലല്ലോ, ഇനിയും വരാനുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു എന്ന് വരാം. പക്ഷെ അതൊന്നും ഞങ്ങളെ എതിരായി ബാധിക്കുന്ന കാര്യമല്ല. 20,000 കോടി രൂപ ചെലവിടേണ്ടതായിട്ട് വരും. ഇതൊക്കെ തടയലാണ് ഉദ്ദേശമെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നത് മാത്രമേ അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ നടപടിയുമായി കേന്ദ്രം. കരാർ കമ്പനിയെ 1 മാസത്തേക്ക് വിലക്കി. കരിമ്പട്ടികയിൽപ്പെടുത്താതിരിക്കാൻ കാരണം കാണിക്കൽ നോട്ടീസും നൽകി. മറുപടി തൃപ്തികരമല്ലെങ്കിൽ 3 വർഷം വരെ വിലക്ക് ഏർപ്പെടുത്തും. അതേസമയം തകർന്ന സർവീസ് റോഡ് ഡിസംബർ 8 മുമ്പ് ഗതാഗത യോഗ്യമാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൽ അറിയിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് കൊട്ടിയം മൈലാക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞത്. ഇതോടെ സർവീസ് റോഡ് തകർന്നു. മൈലാക്കാട് പാലത്തിന് സമീപത്തെ അപ്രോച്ച് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തു. അപകട സമയത്ത് സർവീസ് റോഡിൽ സ്കൂൾ വാൻ അടക്കമുണ്ടായിരുന്നു. വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപാകതയുണ്ടെന്ന് നിർമ്മാണ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസിനെ അറിയിച്ചിരുന്നെങ്കിലും നടപടിയുണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ദേശീയപാത തകർന്ന് സർവീസ് റോഡിലേക്ക് താഴ്ന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. റോഡിൽ തിരക്കുള്ള സമയത്ത് നിർമ്മാണത്തിലുള്ള പാതയുടെ വശത്തോട് ചേർന്ന് സർവീസ് റോഡ് വിണ്ടുകീർന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വാഹനങ്ങൾ നിരവധിയുള്ള സമയത്താണ് സംഭവം. ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് താഴ്ന്നു പോകുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. മൈലാക്കാട് ഉരപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് മൈലാക്കാട് അപ്രോച്ച് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. ദേശീയപാതയുടെ പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇടിഞ്ഞു വീണ് സർവീസ് റോഡ് തകരുകയും ചെയ്തിരുന്നു. റോഡ് തകർന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടി. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ദേശീയപാത തകർന്നതിന്റെ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് സംസ്ഥാന സർക്കാരിന്റെ തലയിലിടാൻ കരുതിയാൽ നടപ്പില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഡിസൈൻ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ദേശീയപാത തകർന്ന വിഷയത്തിൽ റോഡിന്റെ രൂപരേഖയിൽ പോരായ്മയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ഇത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഏജൻസിയും NHAയും നോക്കണമെന്നാണ് ഗവൺമെന്റ് അഭിപ്രായം. സംസ്ഥാന സർക്കാർ ഇവിടെ
ലാൻഡ് എടുത്ത് കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല. ഈ ഭാഗത്ത് വളരെ താഴ്ചയിൽ മണ്ണിട്ട് പൊങ്ങി വന്നതിന്റെ ഡിസൈനിന്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഡിസൈനാണ് NHAI ആണ് ടെക്നിക്കലി നോക്കുന്നത്. അപ്പൊ NHAIയുടെ കോൺട്രാക്ട് ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ ഇന്ന് തന്നെ അവരുടെ എക്സ്പെർട്സും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വരുമെന്നാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് തങ്ങൾക്കുണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പോൾ പലരും മത്സരിക്കുകയാണ്. ഒരു ഘട്ടത്തിലും തങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇപ്പൊ പലരും മത്സരിക്കുന്നുണ്ടല്ലോ. ഒരു ഘട്ടത്തിലും ഞങ്ങൾ അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുമില്ല. UDFകാർക്കുള്ള പ്രചരണ മെറ്റീരിയലുകൾ ഇപ്പൊ തയ്യാറാക്കുന്നതിന് പോലും ജമാഅത്തെ ഇസ്ലാമി വലിയ സംഭാവനയാണല്ലോ ചെയ്യുന്നത്. മുഖ്യമന്ത്രി കാപട്യത്തിന്റെ പര്യായമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPIM-ന് 4 പതിറ്റാണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമെന്നും ദേശാഭിമാനി പത്രം ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് സഖ്യമില്ല, അവരുടെ പിന്തുണ ആവശ്യമില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഒരു കാലത്തും ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ബന്ധം ഉണ്ടായില്ല. മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ വന്ന് ഇത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഒരു കാലത്തും ഞങ്ങൾ അവരുടെ പിന്തുണ തേടി പോയിട്ടില്ല. ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ്. 1977 മുതലാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് CPM-നാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത്. പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2019 വരെ, അതായത് 42 വർഷക്കാലം അവർ LDF-ന്റെ കൂടെയായിരുന്നു. ഇത് ഒരു കാലത്തും ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് 4 പതിറ്റാണ്ട് കാലം ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിൽ കൈതൂങ്ങി നടന്ന ആളുകൾ ഇപ്പൊ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തപ്പോൾ എല്ലാം മാറി. കാപട്യമേ അങ്ങയുടെ പേര്, അങ്ങയുടെ കാപട്യത്തിന്റെ പര്യായമാണ് അന്ന്. ഇങ്ങനെ ഈ വന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വന്ന് ഒരു ബന്ധമില്ല, കണ്ടിട്ട് പോലുമില്ല, ഏത് ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പിണറായി വിജയനെ പോലൊരാളെ ചോദിക്കാമോ? തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. തെരഞ്ഞെടുപ്പിൽ ആരുടെ വോട്ട് കിട്ടിയാലും വാങ്ങുമെന്നും അതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടേതാണോ അല്ലയോ എന്ന് നോക്കാറില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആരുടെ വോട്ട് കിട്ടിയാലും ഞങ്ങളത് സ്വീകരിക്കും. ഇപ്പോൾ ഇന്ന ആൾ വോട്ട് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണോ അത് പരിശോധിക്കാറ്, അത് അങ്ങനെ പരിശോധിക്കാറില്ല ഞങ്ങൾ. അത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് ആര് വോട്ട് ചെയ്താലും ഞങ്ങളത് 100% സ്വീകരിക്കും എന്ന് മാത്രമാണ്. കേരളത്തിൽ BJP മികച്ച വിജയം നേടുമെന്ന് നടിയും BJP നേതാവുമായ ഖുശ്ബു. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിടത്ത് കൂടുതൽ വിജയം നേടാൻ കഴിയുമെന്നും സുരേഷ് ഗോപിയുടെ കഠിനാധ്വാനം മുതൽക്കൂട്ടാകുമെന്നും ഖുശ്ബു പറഞ്ഞു. കേരള സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നത് സ്വപ്നമാണ്. എല്ലാവർക്കും സ്വപ്നം കാണാൻ അവകാശമുണ്ട്. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണെന്നും ഖുശ്ബു പറഞ്ഞു. It is giving a huge support to the entire BJP government and to the dreams of our Prime Minister Narendra Modi sir, the kind of dreams he has for the entire country, and Kerala being part of India. It's one of the most progressive state, and that is how we would like to look at it, with 100% literacy. We are very sure with Suresh Gopi sir and his ideas and his vision, taking the vision of the Prime Minister forward, he is going to do a great job, and BJP is doing well. Everybody has a right to dream big, we say. That's what APJ Kalam said. So all the very best to Pinarayi Vijayan sir. But I'm sure that there has to be an end to all the wrongdoings in life somewhere, and this is the end. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും പ്രധാനപ്പെട്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരം നഗരസഭയിൽ BJP വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഭരണത്തിന്റെ നൈപുണ്യം എത്തേണ്ട ഒരു ചുമതലയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ യൂണിഫോം സിവിൽ കോഡ് വരുമെന്ന് കഴിഞ്ഞ മൺസൂൺ സെഷന്റെ അവസാന ദിവസം ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി പ്രസംഗം ലോക്സഭയിൽ നടത്തിയത് ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ്. തുടക്കം കുറിച്ചു കഴിഞ്ഞു. യൂണിഫോം സിവിൽ കോഡ് വരട്ടെ, വന്നിരിക്കും, പ്രാർത്ഥിക്കും.
കേരളത്തിൽ PM ശ്രീ നടപ്പാക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF മുന്നണിക്ക് ഒരു നിലപാടാണ്. CPIM-നും CPI-ക്കും വ്യത്യസ്ത നിലപാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI-ക്കും CPM-നും PM ശ്രീ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളില്ല, രണ്ടഭിപ്രായമാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഊതിപ്പെരിപ്പിച്ച് ഇപ്പോൾ മലയിടിഞ്ഞ് വീഴും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇടതുപക്ഷ മുന്നണി മുറുകെ പിടിച്ചുകൊണ്ട് PM സംബന്ധമായതൊന്നും LDF സർക്കാർ ചെയ്യില്ല എന്ന് LDF തീരുമാനിച്ചിട്ടുണ്ട്, CPM തീരുമാനിച്ചിട്ടുണ്ട്. CPI-ക്കും അറിയാം, എല്ലാ LDF ഘടകങ്ങൾക്കും അറിയാം കേരളത്തിൽ PM ശ്രീ നടപ്പിലാക്കില്ല. എന്തുകൊണ്ടെന്നാൽ PM ശ്രീയുടെ ആത്മാവ് NEP ആണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞാൽ അപ്പീൽ വിലകൾ. ഇന്ത്യ മറക്കാൻ പാടില്ലാത്ത ദിനമാണ് ഡിസംബർ 6 എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ബാബറി മസ്ജിദ് തകർത്തപ്പോൾ മതേതര സംസ്കൃതിയുടെ അടിത്തറയാണ് തകർന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഡിസംബർ 6 ഇന്ത്യ ഒരിക്കലും മറക്കാത്ത ദിവസമാണ്, മറക്കാൻ പാടില്ല. 1892 ഇതേ നാളിലാണ് അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർന്നു വീണത്. ഈ നാടിൻ്റെ മതേതര സംസ്കൃതിയാണ്, അതിൻ്റെ അടിത്തറയാണ്, അതിൻ്റെ മൂല്യങ്ങളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കില്ലെന്ന് മുൻ MLA S രാജേന്ദ്രൻ. CPI-യിലോ BJP-യിലോ മത്സരിക്കുന്ന തന്നെ പിന്തുണച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമെന്നും S രാജേന്ദ്രൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. ത്രിതല തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് ദേവികുളം താലൂക്കെല്ലാം. നിലവിൽ ദേവികുളം താലൂക്കിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം ആവേശകരമായി നടക്കുമ്പോൾ തന്നെ S രാജേന്ദ്രൻ MLA CPM-ന്റെ വലിയ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ BJP-ക്ക് ഒരു രഹസ്യമായി ഒരു പ്രചരണം നടത്തുന്നതായുള്ള ആരോപണങ്ങളെല്ലാം ഉയരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? BJP-ക്ക് നേരിട്ട് വോട്ട് അങ്ങനെ ചോദിച്ചു പോയിട്ടില്ല. എന്നാൽ ദീർഘകാലമായി എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട്, അല്ലാത്ത പാർട്ടികളിലുമുണ്ട്. അപ്പം BJP-ക്ക് മാത്രമായി വോട്ട് ചോദിച്ചെന്ന് പറയാനാവില്ല. മറ്റു പാർട്ടികളിലും, അതായത് CPM ഒഴികെ ബാക്കി പാർട്ടികൾ നിൽക്കുന്ന ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം, എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രചരണത്തിന് ഇറങ്ങിയില്ല. ചില വീടുകളിൽ ചില വ്യക്തികളോട് ആവശ്യപ്പെട്ടപ്പോൾ ആ ഫോൺ നമ്പറിൽ അവരോട് വിളിക്കുകയും സംസാരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് ചില വീടുകളിൽ ഇറങ്ങി സംസാരിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. CPM-ന് പറയാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, ബാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ, നമ്മൾ പൂർണ്ണമായും നല്ല മനസ്സോട് പ്രവർത്തിച്ച സമയത്ത് പോലും അവർക്ക് സംശയമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും അതും അവസാനം പിന്നെ പ്രവർത്തിച്ചു എന്ന് പ്രവർത്തിക്കുകയും എന്നാൽ എതിരായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് സമയത്തിന് അടിസ്ഥാനത്തിൽ ചില നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ ഉള്ളിടത്തോളം ആ പാർട്ടിയുമായി സഹകരിക്കാൻ, വ്യക്തികളുമായിട്ട്, പാർട്ടിയല്ല വ്യക്തികളുമായി സഹകരിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ലേബലിൽ നിൽക്കുന്ന ആർക്കും നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ പറഞ്ഞ പോലെ നേരെ ശത്രുവാണല്ലോ അല്ലെങ്കിൽ പിന്നെ BJP എന്നുള്ള മട്ടിലാണല്ലോ കാണുന്നത് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായി അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്. ഞാൻ കണ്ടു എന്നുള്ളതല്ല, ആശയപരമായി ഞാൻ കണക്കാക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ എന്തുകൊണ്ടോ ആളുകളും മറ്റു വ്യക്തികളും അടുക്കുന്നതനുസരിച്ച് നമ്മുടെ ബാധ്യതകൾ ചിലത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അത് അങ്ങനെ പറഞ്ഞു, അത് പാർട്ടി കണ്ടുകൊണ്ടല്ല, BJP ആണെന്നോ CPI എന്നോ കോൺഗ്രസ് എന്നോ അങ്ങനെ കണ്ടുകൊണ്ടല്ല, ആളുകളുടെ അടുപ്പവും വ്യക്തി ഇടപെടലും കണ്ടുകൊണ്ട് മുൻകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുന്ന സഹായമാണ്. നിലവിൽ CPM-ന്റെ ഒരു വലിയ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ മെമ്പർഷിപ്പും ഒന്നും പുതുക്കിയിട്ടില്ല. നിലവിൽ തിരഞ്ഞെടുപ്പ് എല്ലാം ആവേശകരമായി നടക്കുന്നു. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ കാണുന്നു? അത് തെരഞ്ഞെടുപ്പുകൾ വരും, പ്രക്രിയയില്ലേ, തെരഞ്ഞെടുപ്പുകൾ വരും, തെരഞ്ഞെടുപ്പ് കടന്നു പോകും, അതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ മാറി നിന്നോ അല്ലെങ്കിൽ പുതുപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ. അതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് CPM-ന് ഉണ്ട്. അത് കടന്നു പോകും. തെരഞ്ഞെടുപ്പുകൾ പ്രക്രിയ അതും നടക്കും. ഫലാഫലങ്ങൾ അതിനനുസരിച്ച്
നേതാക്കന്മാരാണല്ലോ ആശയം കൊണ്ടെത്തിക്കുന്ന ആളുകൾ. അപ്പം അവരുടേതായ ഇടപെടലിൻ്റെ ഭാഗമായി അതിൻ്റെ റിസൾട്ടും വരും. നിലവിൽ ഈ CPM പാർട്ടി കുറേ അനുനയ ചർച്ചകൾ നടത്തിയെങ്കിലും തങ്ങൾ പോകാൻ തയ്യാറായില്ലെന്നാണ് ഇരുന്നൊരു ആരോപണം. നേതാക്കന്മാർ, അതായത് സംസ്ഥാന തലത്തിൽ ഉള്ള നേതാക്കൾ, അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കൾ പോലും ഇടപെട്ടിരുന്നു, സംസാരിച്ചിരുന്നു, അനുകൂലിച്ചിരുന്നു. എനിക്കും താല്പര്യമായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ഏറ്റവും സഹകരിക്കേണ്ട സ്ഥലത്തുള്ള ആളുകൾ, നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ താല്പര്യം അവർ കാണിക്കുന്നില്ല, സഹകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിലുള്ള വാചകങ്ങളും പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തുണ്ട്. വെച്ചാൽ ഈ വളരെ സിമ്പിളായി പറഞ്ഞാൽ സർക്കാരുടെ നോട്ടീസുകളിൽ പോലും രാജേന്ദ്രൻ്റെ പേര് വരാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഇപ്പോൾ സ്കൂൾ ബസ്, ആ ബസ്സിൽ വാങ്ങിച്ചു കൊടുത്ത ബസ്സിൽ എഴുതിയിട്ടുള്ള പേര് പോലും FC പോകുമ്പോൾ മായ്ച്ചു കളയണം എന്ന് നിർദ്ദേശം കൊടുക്കുന്ന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് എന്ന് നമ്മൾ കണക്കാക്കുന്നു. ഇനി വരുന്ന ഭവിഷ്യത്തുകൾ എന്തെങ്കിലും വന്നാൽ അതിൻ്റെ എല്ലാം പഴി ചുമക്കേണ്ട കാര്യം നമുക്കില്ല. അതുകൊണ്ടാണ് അടുക്കാതിരിക്കുന്നത്. നിലവിൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തീർച്ചയായും അത് ചെയ്യും. ഏത് പാർട്ടിയൊന്നും നോക്കത്തില്ല? അങ്ങനെ നോക്കത്തില്ല. ഈ പാർട്ടി മാത്രം നോക്കും. ഏത് പാർട്ടി? CPM-നെ അനുകൂലിക്കില്ല. ബാക്കി CPI അതവർക്കൊക്കെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അവർ വലിയ പ്രചരണം അങ്ങനെയല്ല. ഒറ്റപ്പെട്ട് ഇന്ന ആളുകളോട് അവർക്കറിയാം ആരൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നു. അങ്ങനെയല്ല ചില ആളുകളെ വിളിച്ച് പറയുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. ധൈര്യപൂർവ്വമായി ചെയ്തിട്ടുണ്ട്. കൊല്ലം കടയ്ക്കലിൽ അരിഷ്ടം കുടിച്ചതിന്റെ പണം ചോദിച്ചതിന് മർദ്ദനമേറ്റ ജീവനക്കാരൻ മരിച്ചു. കടയ്ക്കൽ മണലുവട്ടം സ്വദേശി സത്യബാബുവാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം 15-ാം തീയതിയായിരുന്നു സംഭവം. മണലുവട്ടത്ത് പ്രവർത്തിക്കുന്ന അരിഷ്ടക്കടയിലെത്തിയ കടയ്ക്കൽ തുടയന്നൂർ സ്വദേശി സിനുവിനോട് അരിഷ്ടക്കടയിലെ ജീവനക്കാരനായ സത്യബാബു മുൻപ് അരിഷ്ടം കുടിച്ചതിന്റെ പണം നൽകാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ വൈരാഗ്യത്തിൽ സിനു സത്യബാബുവിനെ അടിച്ച് റോഡിൽ തള്ളിയിടുകയും തലപിടിച്ച് റോഡിൽ ഇടിക്കുകയും ചെയ്യുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സത്യബാബുവിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു. ഉച്ചയോടുകൂടി മരിക്കുകയായിരുന്നു. മർദ്ദിച്ച സംഭവത്തിൽ കടയ്ക്കൽ പോലീസ് സിനുവിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. അട്ടപ്പാടി പുതൂരിലാണ് സംഭവം. പുതൂർ ബീറ്റ് അസിസ്റ്റന്റ് കാളിമുത്തുവാണ് കൊല്ലപ്പെട്ടത്. കടുവാ സെൻസസിനിടെയാണ് കാട്ടാന ആക്രമിച്ചത്. മുള്ളി ഭാഗത്ത് വെച്ച് കാട്ടാനയെ കണ്ട് ഇരുവരും ഓടിയിരുന്നു. തുടർന്ന് RRT സംഘം സ്ഥലത്തെത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതൂർ സ്റ്റേഷൻ പരിധിയിലെ കടുവാ സെൻസസ് ബ്ലോക്ക് നമ്പർ 12-ൽ സെൻസസിന് പോയതായിരുന്നു സംഘം. തിരുവനന്തപുരം വർക്കലയിൽ പ്രിന്റിംഗ് മെഷീനിൽ കുടുങ്ങിയ 51-കാരി മരിച്ചു. ചെറുകുന്നം സ്വദേശി മീനയാണ് മരിച്ചത്. മീനയുടെ സാരി മെഷീനിൽ കുടുങ്ങിയാണ് അപകടമുണ്ടായത്. കൈയും തലയുടെ ഭാഗവും മെഷീന്റെ അകത്ത് പോയി ചതഞ്ഞു. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വർക്കലയിലെ MGM പ്രിന്റിംഗ് പ്രസ്സിലാണ് അപകടമുണ്ടായത്. എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ കുടുങ്ങിയ സമയത്ത് അതുപോലെ സാരി അതിൻ്റെ ഷാഫ്റ്റ് പ്രിന്റിംഗ് മെഷീൻ്റെ ഷാഫ്റ്റിൽ കുടുങ്ങിയതാണ്. അങ്ങനെ വരിഞ്ഞ് മുറുകിപ്പോയതാണ്. അങ്ങനെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ ജീവനുണ്ടായിരുന്നു. ട്രെയിനിലേക്ക് എന്തോ ഓക്സിജൻ എത്താൻ സംഭവിച്ചു പോയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 16 പേർക്ക് കടന്നൽ കുത്തേറ്റു. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. മരത്തിന് മുകളിലുണ്ടായിരുന്ന കടന്നൽ കൂട് പരുന്ത് കൊത്തിയിട്ടതിനെ തുടർന്നാണ് കുത്തേറ്റത്. രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ പൊതുപ്രവർത്തകൻ രഞ്ജിത്തിനും കഴുത്തിലും കൈയിലും കുത്തേറ്റു. കുത്തേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുണ്ടോണം വാർഡിൽ CSA പള്ളിയുടെ പുറകിലാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിന്നാണ് ഒരു മാഞ്ഞിൽ മരത്തിൽ നിന്ന് ഈ കടന്നൽ അവിടെ നിന്ന് ഇളവി ഏകദേശം ഇവരെല്ലാവരെയും കടിച്ചിട്ടുണ്ട്. അതിലൊരു 3-4 പേർക്ക് നല്ല മാരകമായിട്ടുള്ള കടിയേറ്റിട്ടുണ്ട്. അവരിപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാട്ടാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് ഇപ്പം നേരെ റെഫർ ചെയ്ത് ജനറൽ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിരിക്കുകയാണ്. മൊത്തം എത്ര പേരുണ്ടായിരുന്നു? തൊഴിലുറപ്പിലെ ഏകദേശം 10-25 തൊഴിലാളികൾ ഉണ്ടായിരുന്നു.
അതിൽ കടി കിട്ടിയതിൽ സീരിയസ് ആയിട്ടുള്ളത് 4 പേരാണുള്ളത്. മൊത്തം എത്ര പേർക്ക് കടിയിട്ട്? മൊത്തം എണ്ണം പറ്റിയിട്ടില്ല. ബാക്കിയുള്ളവർ കയറി ഓടിയായിരുന്നു. ഇതിൽ ഒട്ടും ശേഷിയില്ലാത്ത പ്രായം ചെന്നവർക്കാണ് അവിടെ നിന്ന് കടി കൊള്ളേണ്ട ഗതികേട് വന്നത്. രമേശിൻ്റെ തല മുഴുവനും ഈ പറഞ്ഞ പോലെ കടന്തയായിരുന്നു ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക്. അവനെ അമ്മച്ചിയെ പിടിച്ച് മാറ്റാൻ നിന്നതാണ് എനിക്ക് ഈ കടിയെല്ലാം കൂടെ കിട്ടിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പദ്ധതി നടത്തിപ്പിൽ അഴിമതി ആരോപിച്ച് BJP. അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നഗരവകുപ്പ് മന്ത്രാലയത്തിനും ആഭ്യന്തര മന്ത്രാലയത്തിനുമാണ് പരാതി നൽകിയത്. തിരുവനന്തപുരത്ത് 20,000 കോടി രൂപ ചെലവാക്കിയെന്നാണ് CPIM പറയുന്നത്. എന്നിട്ടും മാലിന്യ പ്രശ്നം പരിഹരിക്കാനായില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ 10 കൊല്ലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരത്തിന്റെ വികസനത്തിന്റെ പേരിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പേരിലും ഈ CPM ഭരണം 20,000 കോടി അപ്രോക്സിമേറ്റ്ലി കാശി ചെലവാക്കി. പക്ഷേ ഇതെല്ലാം ചെലവാക്കിയിട്ടും എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ നഗരത്തിൽ ഒരു വികസനമില്ലായ്മ എന്നാണ് ജനങ്ങൾ പറയുന്നത്? എന്തുകൊണ്ട് ഇന്നും മാലിന്യം പ്രശ്നം, സൂവേജ് പ്രശ്നം, ഡ്രെയിനേജ് പ്രശ്നം, നല്ല റോഡിന്റെ പ്രശ്നം ഇതുവരെ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം. ഞങ്ങൾ മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റും മിനിസ്ട്രി ഓഫ് ഹോം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പരാതി അയച്ചിട്ടുണ്ട്. ഇവിടെ നടന്ന ഈ പദ്ധതികൾ, ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ അഴിമതി അന്വേഷിക്കണം, ഒരു സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി അന്വേഷിക്കണമെന്ന് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയായിട്ട് ഇന്നലെ ആ ഒരു പരാതി പോയിട്ടുണ്ട്. ഇനി നോക്കാം ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനനപാതയായ പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നു. 3660 പേരാണ് ഇന്നലെ മാത്രം കാനനപാതയിലൂടെ സന്നിധാനത്തെത്തിയത്. ഈ സീസണിൽ ശരാശരി 2000 പേരായിരുന്നു ദിവസേന ഈ പാത വഴി എത്തിയിരുന്നത്. ഭക്തരുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ പാതയിൽ വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പാതയിലുടനീളം വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. പുല്ലുമേട് പാത വഴി എത്തുന്നവർക്ക് 18ാം പടി ചവിട്ടുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി. ഇവർക്ക് വാവരുസ്വാമി നടയ്ക്ക് മുന്നിലൂടെ ആഴിക്ക് സമീപമുള്ള ആൽമരത്തിനരികിലൂടെയുള്ള വഴിയിലൂടെ പ്രവേശിച്ച് 18ാം പടി ചവിട്ടി ദർശനം പൂർത്തിയാക്കാം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നുവെന്ന് BJP നേതാവ് MT രമേശ്. CPIMന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ ധനകാര്യ നഷ്ടം നികത്താനുള്ളതല്ല ക്ഷേത്ര സമ്പത്ത്. വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും MT രമേശ് പറഞ്ഞു. CPMന്റെ സഹകരണ ബാങ്കുകൾ, CPM നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കുകളിലെ ധനകാര്യ നഷ്ടം നികത്താനുള്ളതല്ല കേരളത്തിലെ ക്ഷേത്ര സ്വത്ത്, ക്ഷേത്രത്തിന്റെ പണം, വിശ്വാസികളുടെ പണം. ഇതാണ് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ എത്രയോ കാലമായി ഇത് പറയുന്നതാണ്. തിരുനെല്ലി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ പണം പ്രാദേശിക സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. ഇപ്പൊ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഭരണസമിതി കോടതിയിൽ പോകാനുള്ള കാരണം അവർ അവിടുത്തെ പ്രാദേശിക ബാങ്കിൽ പണം നിക്ഷേപിച്ചു, CPMന്റെ ബാങ്കിൽ പണം നിക്ഷേപിച്ചു. തിരിച്ചു ചോദിച്ചപ്പോൾ ആ ബാങ്ക് കൊടുക്കുന്നില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതിനെ കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇനി നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചിരിക്കുന്നു മമ്മൂട്ടി. ചടങ്ങിന്റെ വീഡിയോ മമ്മൂട്ടി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ കൊച്ചിയിലെ സെറ്റിൽ വെച്ചാണ് മമ്മൂട്ടിയും സഹപ്രവർത്തകരും ചേർന്ന് മോഹൻലാലിനെ ആദരിച്ചത്.
പൃഥ്വിരാജ്, വൈശാഖ്, ജിനു എബ്രഹാം കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഖലീഫയിൽ മോഹൻലാലും മമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിലെത്തുന്നത്. 2 ഭാഗങ്ങളായി ഒരുക്കുന്ന ഖലീഫയുടെ 2ാം ഭാഗത്തിൽ മമ്പറക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ നായകനായി എത്തുമെന്നാണ് റിപ്പോർട്ട്. ചിത്രം 2026 ഓണം റിലീസായാണ് ഖലീഫയുടെ ആദ്യ ഭാഗം എത്തുക. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ആദ്യ വെബ് സീരീസ് ഫാർമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്ത്. PR അരുൺ സംവിധാനം ചെയ്യുന്ന സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് എത്തുക. മലയാളത്തിന് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാഠി ഭാഷകളിലും സീരീസ് എത്തും. പ്രമുഖ ബോളിവുഡ് താരം രജിത് കപൂറാണ് സീരീസിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസിന്റെ ലോകം പശ്ചാത്തലമാക്കുന്ന സീരീസാണ് ഇത്. ഡിസംബർ 19 സീരീസ് പ്രദർശനം ആരംഭിക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഐ എം KP വിനോദ്. സിസ്റ്റർ, ഈ കൈഡോക്സിൻ ഒന്ന് ട്രൈ ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതിന്റെ പറയാം. അത്യാവശ്യം ഒരു സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് ഞാൻ KPയെ വിളിച്ചത്. KP, you can never win. അവർ അത്രയും ഡേഞ്ചറസ് ആണ്. ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ഗൂഗിളിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ ചിത്രങ്ങളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ ആദ്യ 10 മലയാളത്തിൽ നിന്ന് ഒരേ ഒരു ചിത്രം മാത്രം. ഉണ്ണികുന്നൻ നായകനായി എത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം മാർക്കോയാണ് പട്ടികയിൽ 6ാമതായി ഉൾപ്പെട്ടത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച ചിത്രത്തിന്റെ തിരക്കഥാ, സംവിധാനം എന്നിവ നിർവഹിച്ചത് ഹനീഫ് അദേനിയാണ്. മാർക്കോയ്ക്ക് പുറമെ ഗൂഗിളിന്റെ ലിസ്റ്റിൽ കയറിയ ചിത്രങ്ങൾ 1ാം സ്ഥാനത്ത് ബോളിവുഡ് ചിത്രം സയ്യാരയാണ്. കാന്താര 2ാം സ്ഥാനവും കൂലി 3ാം സ്ഥാനവും സ്വന്തമാണ്. ഹണിറോസ് ചിത്രം റേച്ചലിലെ പുത്തൻ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്ത്. ചിത്രത്തിൽ ഈനാശു എന്ന കഥാപാത്രമായി എത്തുന്ന വിനീത് തട്ടിൽ, തെരേസയായി എത്തുന്ന രാധിക രാധാകൃഷ്ണൻ എന്നിവരുടെ പോസ്റ്ററുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പാലായിൽ നിന്നെത്തിയ വേട്ടക്കാരൻ പൊത്തുപാറ ജോയിച്ചന്റെ മകൾ റേച്ചലായി കരിയറിൽ ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയിൽ ഹണിറോസ് അവതരിപ്പിക്കുന്ന റേച്ചൽ 5 ഭാഷകളിലായാണ് റിലീസിനെത്തുന്നത്. പുതുമുഖ സംവിധായികയായ ആനന്ദിനി ബാലയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡിസംബർ 12 സിനിമയുടെ റിലീസ്. കുവൈറ്റിലെ പ്രവാസി എഴുത്തുകാരുടെ കൂട്ടായ്മയായ പ്രതിഭ കുവൈറ്റ് കഥായനം 2025 എന്ന പേരിൽ സാഹിത്യ സംഗമം സംഘടിപ്പിച്ചു. വയലാർ അവാർഡ് ജേതാവ് VJ ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കഥായനം 2025 എന്ന പരിപാടിയുടെ പ്രധാന സെഷനുകൾ കഥയുടെ വിവിധ മാനങ്ങളിലേക്ക് വെളിച്ചം വീശുന്നവയായിരുന്നു. കുവൈറ്റിലെ എഴുത്തുകാരുടെ കഥാശോഭ എന്ന പേരിൽ പുസ്തക പ്രകാശനവും കഥാവരി എന്ന പേരിൽ പുസ്തക പ്രദർശനവും നടത്തി. കഥാരൂപം, കഥാശില്പം, കഥാത്മം എന്നീ സെഷനുകൾ കഥയുടെ ഘടന, ജനിതകം, വിവിധ വഴിത്താരകൾ, കഥയുടെ സൗന്ദര്യം, ആത്മാവ് എന്നിവ ചർച്ചാ വിഷയമായി. ജവഹർ കെ എഞ്ചിനീയർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VJ ജെയിംസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബാബുജി ബത്തേരി, സത്താർ കുന്നേൽ, ഹിക്മത് ടി, വിബീഷ് തിക്കോടി എന്നിവർ ആശംസകൾ നേർന്നു. പ്രേമൻ ഇല്ലത്ത് സ്വാഗതവും സീന രാജവിക്രമൻ നന്ദിയും പറഞ്ഞു. കോർഡിനേഷൻ ചുമതല സേവ്യർ ആന്റണിയും ജിതേഷ് ഷാജും നിർവഹിച്ചു. മുഖ്യാതിഥിക്കുള്ള സ്നേഹോപഹാരം സതീശൻ പയ്യന്നൂർ കൈമാറി. പങ്കെടുത്ത കഥകളുടെ പൊതു അവലോകനം നടന്ന കഥായനം സെഷന് VJ ജെയിംസ് വിലയിരുത്തൽ നൽകി. പരന്ന വായനയോടെ, പുതിയ ദിശാബോധത്തോടെ ഇനിയും കഥകൾ എഴുതും എന്ന ആത്മവിശ്വാസത്തോടെയായിരുന്നു കഥാകാരന്മാരും സാഹിത്യ പ്രവർത്തകരും സംഗമത്തിൽ നിന്ന് പിരിഞ്ഞത്. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിനായുള്ള 2025 ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. 2 മലയാളികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. തൃശൂർ സ്വദേശിയായ 25-കാരൻ ശ്രേയസ് കിരൺ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരവും ആലപ്പുഴ സ്വദേശിയായ 13-കാരൻ മുഹമ്മദ് യാസിൻ ശ്രേഷ്ഠ ദിവ്യാംഗ് ബാൽ പുരസ്കാരവും സ്വന്തമാക്കി. കേരളത്തിൽ ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് യാസിൻ. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് യാസിൻ. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും തുല്യ അവസരം നൽകണമെന്നും സാമൂഹികമായി ഭിന്നശേഷിക്കാരോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. എന്നെ സ്നേഹിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന RVSM HSS പ്രയാർ എന്ന സ്കൂളിലെ ടീച്ചേഴ്സും കൂട്ടുകാർക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ അനുജനും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കും. മലയാളം ടൈപ്പ് റൈറ്റിംഗ് മത്സരത്തിൽ മികവ് നേടാൻ സാധിച്ചു. അതുപോലെ കഥാരചനയിലും ചിത്രരചനയിൽ മത്സരങ്ങളിലുമൊക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ജില്ലാ മത്സരത്തിലും അതുപോലെ ഉപജില്ലാ മത്സരത്തിലും നാടകത്തിൽ പങ്കെടുക്കുകയും മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഡിസംബർ 13 നടന്ന ഭിന്നശേഷി
ദിനത്തിൽ നമ്മുടെ രാഷ്ട്രപതിയിൽ നിന്നുള്ള അവാർഡ് ലഭിക്കാൻ വ്യാസിന് സാധിച്ചിട്ടുണ്ട്. തദ്ദേശ പോരിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. നാളെ വൈകിട്ട് 6 മണി വരെയാണ് പരസ്യ പ്രചാരണത്തിനുള്ള സമയം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. കൊട്ടിക്കലാശം സമാധാനപരമായിരിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 11-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്, 13-നാണ് വോട്ടെണ്ണൽ. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര മാരായമുട്ടത്ത് LDF സ്ഥാനാർത്ഥിയുടെ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്റുകളും വ്യാപകമായി നശിപ്പിച്ചതായി പരാതി. അൺമുഖം വാർഡ് സ്ഥാനാർത്ഥി NT ഷീലാകുമാരിയുടെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന 8ഓളം ബോർഡുകളാണ് നശിപ്പിച്ചത്. സാമൂഹ്യ വിരുദ്ധരുടെ നേതൃത്വത്തിലാണ് ഫ്ലക്സ് ബോർഡുകൾ തകർത്തതെന്ന് മാരായമുട്ടം CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജൻ പറഞ്ഞു. പരാജയ ഭീതി പൂണ്ട രാഷ്ട്രീയ എതിരാളികൾ സാമൂഹിക വിരുദ്ധ ശക്തികളോടുകൂടി പൈസയും മദ്യവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വ്യാപകമായി ഇടതുപക്ഷത്തിന് എതിരെ മറ്റൊന്നും ചെയ്യാനില്ല, ഇതേപോലെ ഈ പോസ്റ്റർ ബോർഡുകൾ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. മാരായമുട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒന്നും പുറകെ പോകാൻ ഉദ്ദേശിക്കില്ല. നെടുമങ്ങാട് താലൂക്കിൽ വിതുര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡായ ബോണക്കാട് വാർഡിലാണ് വിജയപരാജയങ്ങൾ അതിർത്തി കടന്നെത്തുന്നത്. നിലവിൽ 799 വോട്ടർമാരുള്ള ബോണക്കാട് വാർഡിൽ ഇപ്പോൾ ലയങ്ങളിൽ താമസിക്കുന്നത് 100-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ്. കുറച്ച് കുടുംബങ്ങൾ വിതുരയിലും താമസിക്കുന്നുണ്ട്. ബാക്കിയുള്ള 138ഓളം കുടുംബങ്ങൾ അതിർത്തി കടന്ന് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കിയവരാണ്. നെടുമങ്ങാട് താലൂക്കിൽ വിതുര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡായ ബോണക്കാട് വാർഡിലാണ് വിജയപരാജയങ്ങൾ അതിർത്തി കടന്നെത്തുന്നത്. നിലവിൽ 799 വോട്ടർമാരുള്ള ബോണക്കാട് വാർഡിൽ ഇപ്പോൾ ലയങ്ങളിൽ താമസിക്കുന്നത് 100-ൽ താഴെ കുടുംബങ്ങൾ മാത്രം. കുറച്ചു കുടുംബങ്ങൾ വിതുരയിലും താമസിക്കുന്നു. ബാക്കിയുള്ള 138ഓളം കുടുംബങ്ങൾ അതിർത്തി കടന്ന് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കിയവരാണ്. ഇപ്പോൾ ഉള്ളത് വോട്ടേഴ്സ് മൊത്തം 800 പേരാണ് ഉള്ളത്. അതിൽ ഒരു 50% ആൾക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്, വിതുര ബോണക്കാട് അവിടെ ആയിട്ടുള്ളത്. ബാക്കി ഒരു 40-50% തമിഴ്നാടിൻ്റെ 2 സൈഡിലായിട്ട് ആണ്. ഒന്ന് തെങ്കാശി അങ്ങോട്ട്, പിന്നെ ഒന്ന് നാർകോവിൽ, അങ്ങനെ 2 വശത്തായിട്ടാണ് ഇപ്പോൾ പരന്ന് കിടക്കുന്നത്. നമ്മൾ ഇപ്പോൾ അവിടെ പോയി അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരെ ഇങ്ങ് വോട്ടിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇതുവരെയുള്ള ഇതിൽ. തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട തേയില ഫാക്ടറിയും എസ്റ്റേറ്റും പ്രവർത്തിച്ചിരുന്ന ഉൾവന പ്രദേശമായിരുന്നു ബോണക്കാട് എസ്റ്റേറ്റ്. എസ്റ്റേറ്റിലെ ഭൂരിഭാഗം തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരും. ഇവർക്ക് റേഷൻ കാർഡും മറ്റു രേഖകളും ലഭിക്കുകയും ഇവിടുത്തുകാരായി മാറുകയും ചെയ്തു. പിന്നീട് എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയതോടെ ജോലിയില്ലാതെ ഭൂരിഭാഗം തൊഴിലാളികളും അതിർത്തി കടന്നു മടങ്ങി. തെങ്കാശി, കടയം, നാഗർകോവിൽ, അംബാസമുദ്രം തുടങ്ങിയ ഭാഗങ്ങളിൽ താമസവുമാക്കി. ഇപ്പോൾ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴാണ് ഇവർ വീണ്ടും ബോണക്കാടേക്ക് മടങ്ങി വരുന്നത്. പിന്നെ തമിഴ്നാട്ടിലുള്ള വോട്ടുകാർ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവർ വരുന്നോ വരുന്നില്ലെന്ന് അറിഞ്ഞൂടാ. ഇപ്പം ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ അവർ വരുന്നോ വരുന്നോ അറിയാവൂ. അഥവാ വന്നാലും ഇതിലെ ഒന്ന് ഇറങ്ങി ബുദ്ധിമുട്ടി നേരെ ഇവിടെ ഇഷ്ടം വോട്ട് കയറ്റി ഉള്ളവരുണ്ട്, അത്തരത്തോളം ഉള്ളവരുണ്ട്. എന്നാലും ബോണക്കാട്ടിൽ വന്ന് ഒരു 60% ഒരു 70% തമിഴ്നാട്ടിലുള്ളവരാണ്. കഴിഞ്ഞ 20 വർഷമായി ഈ വാർഡിൽ CPIM സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു വന്നിരുന്നത്. ഇത്തവണ ബോണക്കാട് വനിതാ SC സംവരണ വാർഡാണ്. ഇവിടുത്തെ തൊഴിലാളി കൂടിയായ CPIM-ലെ I സുധയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ആര്യചന്ദ്രനാണ് UDF സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. BJP സ്ഥാനാർത്ഥിയായി ഷൈജയും മത്സരിക്കുന്നു. വോട്ട് 799 വോട്ടുണ്ട്. പക്ഷേ അതിൽ കുറേ ഇതും നമ്മൾ ഈ ബോണക്കാട് കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം വിതുരയിലോട്ടാണ്. ഇതിന് ഈ 18 ജില്ല ഇതിൽ വാർഡിലും ഉണ്ട്, നമ്മളെ ജില്ല കഴിഞ്ഞുണ്ട്, തമിഴ്നാടും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ ഫോൺ വിളിച്ചിട്ടുണ്ട്. എല്ലാവരെയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു 10-700 വോട്ട് ഇവിടെ വരും. നല്ല വിജയം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ബോണക്കാടുള്ള വോട്ടർമാരെ കണ്ട് വോട്ടുകൾ ഉറപ്പിക്കുന്നത് പോലെ തമിഴ്നാട്ടിലുള്ള വോട്ടർമാരെയും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടും നേരിൽ കണ്ടും വോട്ടുകൾ ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികളും പാർട്ടിക്കാരും. അതിർത്തി കടന്നെത്തുന്ന ഈ വോട്ടുകളാണ് ബോണക്കാട് വാർഡിൽ എല്ലായ്പ്പോഴും വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുക. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.
വാർത്തയിലേക്കാണ്. പാലക്കാട് നിന്നാണ് വാർത്ത വരുന്നത്. പാലക്കാട് തോക്ക് ചൂണ്ടി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി വൈകിട്ട് 6:30 തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപമാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. വ്യവസായിയെ തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. വൈകിട്ട് 6:30 ഈ സംഭവം നടന്നത്. കൂറ്റനാട് ഭാഗത്തു നിന്നും ആറങ്ങോട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വ്യവസായിയുടെ വാഹനത്തെ ഒരു സംഘം തടഞ്ഞു നിർത്തി, പിന്നീട് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി, എന്നിട്ട് സംഘം വ്യവസായിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പാലക്കാട് തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. വ്യവസായിയുടെ വാഹനത്തെ സംഘം തടഞ്ഞു നിർത്തി തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി വ്യവസായിയെ അവരുടെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതൊരു ഇന്നോവ കാറിലാണ് തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ പഠിക്കുകയാണ്. വ്യവസായിയെ സംബന്ധിച്ച് ഒക്കെ തന്നെ പഠിച്ചു വരികയാണ്. ആരായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ഈ ഒരു നിമിഷം ലഭിക്കുന്നില്ലെങ്കിലും കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് അന്വേഷണ സംഘം. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചാലിശ്ശേരി പോലീസാണ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചത്. ഇന്നോവ കാറിലാണ് തട്ടിക്കൊണ്ടുപോയത്. വ്യവസായിയുടെ കാർ തടഞ്ഞു നിർത്തി ഇന്നോവ കാറിലെത്തിയ ഒരു സംഘം തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പാലക്കാടാണ്. പാലക്കാട് വൈകിട്ട് 6:30 ഈ ഇങ്ങനെയൊരു സംഭവം തിരുമിറ്റക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപം സംഭവിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിവസം മകന്റെ വിവാഹമാണെങ്കിലും പ്രചാരണത്തിന് കുറവൊന്നും വരുത്തിയിട്ടില്ല. കുണ്ടറ ചിറ്റുമല ബ്ലോക്ക് ചന്ദനത്തോപ്പ് ഡിവിഷൻ 9 LDF സ്ഥാനാർത്ഥി കെ ഗീത. ഇലക്ഷന്റെ തീയതി നിശ്ചയിക്കുന്നതിന് മുൻപ് തന്നെ മകന്റെ വിവാഹ തീയതി എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ടഭ്യർത്ഥനയും വിവാഹം ക്ഷണിക്കലും ഒരുപോലെ കൊണ്ടുപോവുകയാണ് ഗീത. എൻ്റെ മകൻ്റെ കല്യാണം നാളെയാണ്. പക്ഷേ എങ്കിലും എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുകയാണ്. ഓരോ വീട്ടിലും കയറി ഞാൻ വോട്ട് ചോദിക്കുകയാണ്. കൊട്ടിക്കലാശവും നാളെയാണ്. ആ കൊട്ടിക്കലാശത്തിൻ്റെ ഇടയിലും എൻ്റെ പാർട്ടിയോടുള്ള എൻ്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുകയാണ്. ഓരോ വീടും കയറി ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നേരത്തെ മെമ്പറായിരുന്നു 5 വർഷത്തെ. എന്നെ ജനങ്ങൾ അന്നേ അംഗീകരിച്ചായിരുന്നു. എനിക്ക് തീർച്ചയായിട്ടും എന്നെ ആ രീതിയിൽ തന്നെ അംഗീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് കല്യാണമായാലും എനിക്ക് അതൊരു തടസ്സം ആകത്തില്ല എന്ന് കരുതി ഞാൻ നിൽക്കുകയും ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് LDF പ്രകടന പത്രിക പുറത്തിറക്കി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസന മുന്നേറ്റവും എല്ലാവർക്കും സുരക്ഷിതമായ ഭവനവും ഉറപ്പാക്കുമെന്നതാണ് പത്രികയിലെ പ്രധാന വാഗ്ദാനം. UDF സ്ഥാനാർത്ഥികൾക്ക് നൽകിയ സ്വീകരണ പരിപാടിയിൽ ശ്രദ്ധേയയായി 21 വയസ്സുകാരിയായ സ്ഥാനാർത്ഥി. കൊല്ലം തലവൂർ പഞ്ചായത്തിലെ 19ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായ അതുല്യയാണ് പാട്ടുപാടി ശ്രദ്ധേയയായത്. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ PG 1ാം വർഷ വിദ്യാർത്ഥിനിയാണ് അതുല്യ. KSUവിന്റെ സജീവ പ്രവർത്തകയായ അതുല്യ 9 വർഷം ശാസ്ത്രീയ സംഗീതവും 4 വർഷം ഭരതനാട്യവും അഭ്യസിച്ചിട്ടുണ്ട്. കോഴിക്കോട് ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 8-9 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പൗരശബ്ദം ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു. ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുബഷീർ പാലത്ത് ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾ പങ്കെടുത്ത പരിപാടിയിൽ വാർഡിലെ വികസന കാഴ്ചപ്പാടുകളും ഭാവി പദ്ധതികളും ചർച്ചയായി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,930 രൂപ, പവന് 95,440 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന്
90,870 രൂപ, പവന് 78,960 രൂപ. വെള്ളി ഗ്രാമിന് 192 രൂപ, കിലോ 1,92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. ഇടുക്കി അടിമാലിയിൽ 10 ലിറ്റർ വിദേശ മദ്യവുമായി മാങ്കുളം പഞ്ചായത്ത് LDF കൺവീനർ പിടിയിൽ. മാങ്കുളം സ്വദേശി ദിലീപ് കുമാറാണ് പിടിയിലായത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അടിമാലി മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൽ നിയമവിരുദ്ധമായി കടത്തുകയായിരുന്ന 10 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ദിലീപ് കുമാർ പിടിയിലായത്. മലപ്പുറം മഞ്ചേരിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 50 ലിറ്ററോളം വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഊർങ്ങാട്ടിരി ഓടക്കയം മേഖലകളിലാണ് പരിശോധന നടത്തിയത്. ഓടക്കയം കല്ലേമ്പുഴ തോടിന്റെ അരികിൽ നിന്നാണ് തൊണ്ടി മുതലുകൾ കണ്ടെടുത്തത്. പ്രതികളെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്നും മേഖലകളിൽ ശക്തമായ പരിശോധനകൾ നടത്തുമെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ V നൌഷാദ് അറിയിച്ചു. മലപ്പുറം വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ചേർന്ന് മണലിമ്മൽ പാഠം ബസ് സ്റ്റാൻഡും പരിസരവും ശുചീകരിച്ചു. ലോക വോളണ്ടിയർ ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറം കുറ്റിപ്പുറത്ത് ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുറ്റിപ്പുറം ആശുപത്രിപ്പടി അത്താണി ബസാറിന് സമീപമാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഡിവൈഡർ മറികടന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. കൊല്ലത്ത് പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ പാറക്കല്ലുകൾ കയറ്റി വന്ന ടിപ്പർ ലോറി തല കീഴായി മറിഞ്ഞു. ടിപ്പറിന്റെ ടയറുകൾ പഴക്കം ചെന്നതാകാം അപകട കാരണമെന്നാണ് നിഗമനം. ടിപ്പറിന്റെ 2 ടയറുകൾ പൊട്ടിയ നിലയിലാണ്. അപകടത്തിൽ പരിക്കേറ്റ ഡ്രൈവറെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം പൊന്നാനിയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ റാക്കറ്റ് പിടിയിൽ. പോത്തന്നൂർ സ്വദേശി ഇർഷാദ്, പുറത്തൂർ സ്വദേശി രാഹുൽ, പയ്യനങ്ങാടി സ്വദേശി നിസാർ എന്നിവരാണ് പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. ഇർഷാദ് നടത്തി വന്നിരുന്ന വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നിന്ന് വിവിധ യൂണിവേഴ്സിറ്റികളുടെ 100ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും കണ്ടെത്തി. ആലപ്പുഴ ചെങ്ങന്നൂരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പോലീസ് വിഭാഗത്തിന്റെ റൂട്ട് മാർച്ച് നടന്നു. തിരുവൻവണ്ടൂർ, ചെങ്ങന്നൂർ, കൊല്ലക്കടവ് എന്നീ ഭാഗങ്ങളിലായാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. 35ഓളം പോലീസ് ഉദ്യോഗസ്ഥർ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. തിരുവൻവണ്ടൂർ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് തിരികെ ക്ഷേത്രത്തിന് സമീപം തന്നെ സമാപിച്ചു. ഫിഫ സമാധാന പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. വാഷിംഗ്ടണിൽ നടന്ന ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് വേദിയിലാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഫിഫ ചരിത്രത്തിലാദ്യമായാണ് സമാധാന പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. സ്വർണ്ണക്കപ്പും മെഡലും സർട്ടിഫിക്കറ്റും ഫിഫ പ്രസിഡന്റ് ട്രംപിന് സമ്മാനിച്ചു. ലോക സമാധാനത്തിന് ട്രംപ് നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ചാണ് ട്രംപിന് പുരസ്കാരം നൽകിയതെന്ന് ഫിഫ പ്രസിഡന്റ് പറഞ്ഞു. ലഭിച്ച അംഗീകാരം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണെന്നും ദശലക്ഷങ്ങളുടെ ജീവൻ രക്ഷിക്കാനായ പ്രവർത്തനത്തിനാണ് അംഗീകാരം നൽകിയതെന്നും ട്രംപ് പ്രതികരിച്ചു. കർണാടക ദേവനാഗിരിയിൽ യുവതിയെ നായകൾ കടിച്ചുകൊന്നു. ഹൊന്നൂർ ഗൊല്ലരഹട്ടി സ്വദേശി അനിത ഹലേഷാണ് കൊല്ലപ്പെട്ടത്. അനിതയുടെ കൈമുട്ടിലും കാലുകളിലും തലയിലും നെഞ്ചിലുമാണ് നായകൾ കടിച്ചത്. 2 റോഡ് വീലർ നായകളാണ് ആക്രമിച്ചത്. രാത്രി വൈകിയും നായകൾ അസാധാരണമായി കുരയ്ക്കുന്നത് കേട്ട് സമീപവാസികൾ പുറത്തിറങ്ങി പരിശോധിച്ചപ്പോഴാണ് പരിക്കേറ്റ സ്ത്രീയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. രാത്രിയോടെ ഒരു സംഘം ആളുകൾ ഓട്ടോയിലെത്തി 2 നായകളെ പ്രദേശത്ത് ഉപേക്ഷിക്കുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യൻ പൗരത്വമുണ്ടായിട്ടും ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയ ഗർഭിണിയെയും മകനെയും തിരികെ എത്തിച്ചു. 9 മാസം ഗർഭിണിയായ സൊണാലി ഖാത്തൂനെയും മകൻ സാബിറിനെയുമാണ് ബംഗ്ലാദേശിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു അടിയന്തര നടപടി. സൊണാലിയെയും മകനെയും ബംഗാളിലെ മാൾഡയിലാണ് എത്തിച്ചത്. അനധികൃതമായി ഇന്ത്യയിൽ കടന്നെന്നാരോപിച്ച്
സൊണാലിയും ഭർത്താവും ഉൾപ്പെടെ 6 പേരെ ജൂൺ 23-നാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നാട് കടത്തിയത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് സൊണാലിയെ തിരിച്ചെത്തിക്കാൻ ഉത്തരവിട്ടത്. കോട്ടയം തലയോലപ്പറമ്പിൽ ഗ്യാസ് ലോറി കത്തിക്കാൻ ശ്രമം. കടപ്ലാമറ്റം സ്വദേശിയാണ് നിർത്തിയിട്ട ഗ്യാസ് ലോറി കത്തിക്കാൻ ശ്രമിച്ചത്. ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നാണ് പോലീസിന്റെ നിഗമനം. തമിഴ്നാട് രാമനാഥപുരത്ത് വാഹനാപകടത്തിൽ 4 ശബരിമല തീർത്ഥാടകർ അടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. ആന്ധ്ര സ്വദേശികളായ രാമചന്ദ്രറാവു, അപ്പാരാവു നായിഡു, ബണ്ടാരു ചന്ദ്രറാവു, രാമർ എന്നിവരും തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ മുഷ്താഖ് അഹമ്മദുമാണ് മരിച്ചത്. ഇടിച്ചു കയറിയ കാറിന്റെ ഡ്രൈവറാണ് മുഷ്താഖ് അഹമ്മദ്. ശബരിമല തീർത്ഥാടനത്തിന് ശേഷം വണ്ടി നിർത്തിയിട്ടുറങ്ങുമ്പോൾ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു കയറുകയായിരുന്നു. ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ബെൽജിയത്തെ തോൽപ്പിച്ച ഇന്ത്യ സെമി ഫൈനലിൽ. സമനിലയിൽ അവസാനിച്ച മത്സരത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ഇന്ത്യ സെമിയിലേക്ക് കടന്നത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. 59-ാം മിനിറ്റിലാണ് ബെൽജിയം 2ാമത്തെ ഗോൾ നേടി സമനിലയിലെത്തുന്നത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇന്ത്യ 2 ഗോളുകൾ നേടിയപ്പോൾ ബെൽജിയത്തിന് 1 ഗോളേ നേടാനായുള്ളൂ. ചോരാത്ത പ്രതിരോധവുമായി ഗോൾ വല കാത്ത പ്രിൻസ് ദീപാണ് ഇന്ത്യയുടെ വിജയശില്പി. തുടർച്ചയായ 3 വിജയങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യ ക്വാർട്ടർ ഫൈനലിന് ഇറങ്ങിയത്. മലയാളിയായ ഒളിമ്പിക്സ് താരം PR ശ്രീജേഷാണ് ടീമിന്റെ പരിശീലകൻ. ഫിഫ ലോകകപ്പിന്റെ മത്സരക്രമം പുറത്ത്. വാഷിംഗ്ടണിലെ കെന്നഡി സെന്ററിൽ നടന്ന ചടങ്ങിലാണ് മത്സരക്രമത്തിനുള്ള നറുക്കെടുപ്പ് നടന്നത്. ലോകകപ്പിൽ മത്സരിക്കുന്ന 48 ടീമുകൾ 12 ഗ്രൂപ്പിലായി ഇടം നേടി. അർജന്റീന ഗ്രൂപ്പ് ജെയിലും ബ്രസീൽ ഗ്രൂപ്പ് സിയിലും ഇടം നേടി. ഫ്രാൻസ് ഗ്രൂപ്പ് I, ഇംഗ്ലണ്ട് ഗ്രൂപ്പ് L, ബെൽജിയം ഗ്രൂപ്പ് G, നെതർലാൻഡ്സ് ഗ്രൂപ്പ് F, ജർമ്മനി ഗ്രൂപ്പ് E, പോർച്ചുഗൽ ഗ്രൂപ്പ് K എന്നിങ്ങനെയാണ് മത്സരത്തിന് ഇറങ്ങുക. സ്പെയിൻ, സൗദി അറേബ്യയ്ക്കും ഉറുഗ്വേയ്ക്കുമൊപ്പം ഗ്രൂപ്പ് Hലാണ് മത്സരിക്കുക. ഇതോടെ ഗ്രൂപ്പ് Hൽ യൂറോപ്പിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഏഷ്യയിലെയും വമ്പന്മാർ നേർക്കുനേർ മത്സരിക്കും. ചടങ്ങിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവർ പങ്കെടുത്തു. മലപ്പുറം നിലമ്പൂരിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കുറത്തിയാർപൊയിൽ സ്വദേശി മുഹമ്മദ് ഷാഹുൽ, പുളിക്കലോടി സ്വദേശി സുബൈർ ബാബു, കരിമ്പിൽ മുഹമ്മദ് നിയാസ് എന്നിവരാണ് പിടിയിലായത്. വീടിന് സമീപം വെച്ച ബൈക്കിൽ വന്ന 3 അംഗ സംഘം നിരന്തരം ഹോണടിച്ച് ശല്യമുണ്ടാക്കിയതിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് കാർ കത്തിക്കാൻ കാരണം. വീട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ നാശനഷ്ടം ഒഴിവായി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആലപ്പുഴ മാവേലിക്കരയിൽ MDMAയുമായി യുവാവ് പിടിയിൽ. മാവേലിക്കര സ്വദേശി സ്വരൂപാണ് പിടിയിലായത്. പ്രതി സ്വരൂപ് ബാംഗ്ലൂരിൽ നിന്നും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായാണ് MDMA എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് MDMA പിടികൂടിയത്.